നമ്മളെപ്പോൾ ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ പോലും നമ്മൾ വേദസിൻ്റെ സ്ഥിരം പരിപാടി കേട്ടോ അത്. ടേബിളിൻ്റെ മേലുള്ള ആ ഒരു ഷീറ്റിൽ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ടാവും ചെയ്യാൻ. അപ്പം അതിങ്ങനെ ഫില്ല് ചെയ്ത് കളിക്കാമെന്നില്ല. അപ്പം നമുക്കൊരു ആശ്വാസം കേട്ടോ അത്. ഫുഡ് വരാൻ ലേറ്റ് ആയാലും ആൾ അതിൽ മുഴുകിക്കുള്ളൂ. അപ്പം നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അത് നല്ലൊരു പരിപാടിയായിട്ട് എനിക്ക് തോന്നിട്ടോ. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തത് ഗീ റൈസും ചിക്കൻ സ്റ്റൂ ആയിരുന്നു. നമ്മൾ ബിരിയാണി ആയിരുന്നു നമ്മളെ ഫസ്റ്റ് ചോയ്സ് എപ്പോൾ ഹോട്ടലിൽ പോയാലും. പക്ഷേ ബിരിയാണി ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഗീ റൈസ് ആക്കിയതാണ്. പക്ഷേ ചിക്കൻ സ്റ്റൂ കൊള്ളില്ലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ചിക്കൻ ഡ്രൈ ഫ്രൈ ഒക്കെ വാങ്ങിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു. പിന്നെ നമ്മൾ നേരെ പോയത് നമ്മളെ മാനാഞ്ചിറ സ്ക്വയറിലേക്കാണ്. അപ്പം നമ്മളെ പുതുവത്സരത്തെയും ക്രിസ്മസിനെയൊക്കെ വരവേൽക്കാൻ വേണ്ടി നല്ല അടിപൊളിയായിട്ട് മാനാഞ്ചിറ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ പോയ ടൈമിൽ ഓപ്പൺ അല്ലായിരുന്നു, വർക്ക് നടന്നുകൊണ്ടിരിക്കുകയായതുകൊണ്ട് നമുക്ക് ഉള്ളിലേക്ക് പ്രവേശനം ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മാനാഞ്ചിറ സ്ക്വയറിൻ്റെ ഫുട്പാത്തിലൂടെ മൊത്തം അത് ചുറ്റി കറങ്ങി കേട്ടോ. നല്ല അടിപൊളി വൈബായിരുന്നു കേട്ടോ. രാത്രി ഇങ്ങനെ നടക്കാമെന്ന് അറിയുന്നത് തണുപ്പും കൂടി ആയതുകൊണ്ട് നമ്മൾ ടയേർഡ് ആയിരുന്നില്ല. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റാത്തൊരു സങ്കടം നമ്മളെ വേദൂസിനുണ്ടായിരുന്നു. അപ്പം ഇനി ഓപ്പൺ ആയിട്ടുണ്ട് സൺഡേ തൊട്ടിട്ട്. അപ്പം നമ്മൾ എന്തായാലും ഓപ്പൺ ആയിട്ട് നമ്മൾ കാണാൻ പോകണം കേട്ടോ.